ഹായ്. നമ്മൾ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു സൂപ്പർ വാൾ ഡെക്കർ ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ കുറച്ച് കാർഡ്ബോർഡുകൾ ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡിന്റെ പീസുകളൊക്കെ പോയി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഉണ്ടാവും. നമ്മൾ ഇത്രയും നാൾ ഈ കത്രികയൊക്കെ വെച്ചാൽ ഇത് കട്ട് ചെയ്തുകൊണ്ടാ ഭയങ്കര പാടിട്ട കത്രികകൾ. അപ്പൊ അതാണ്ട് ഈ ഒരു സാധനം കണ്ടാ ഇത് പേരെന്താണ് കട്ട് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയൊക്കെ ഇതിന്റെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പോകും. അങ്ങനത്തെ ഈ കാർഡ്ബോർഡിൽ ഇതുപോലത്തെ 4 പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നീളമെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നീളം നമ്മളൊരു 46 സെൻറ്റിയൊക്കെയാണ് വരുന്നത്. വീതിയാണ് കുറച്ച് വ്യത്യാസം വരുന്നത് കേട്ടോ. ഒരു 36, 37 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം നമ്മളിത് വെട്ടിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള നീളത്തിൽ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 4 എണ്ണം വെട്ടിയെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ 2 എണ്ണം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മാസ്കിംഗ് ടേപ്പിനൊന്ന് ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ കാർഡ്ബോർഡിന് നല്ല കട്ടിയുണ്ട്. എങ്കിലും കുറച്ചുകൂടി കട്ടി വരണമല്ലോ. നമ്മളൊരു ഷെൽഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടി വേണമല്ലോ. അതിനാട്ടോ നമ്മൾ 2 എണ്ണം ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ അടുത്ത ആ പീസിൽ ഇതുപോലൊരു വലിയ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു റൗണ്ടിൻ്റെ ഒരു ഹാഫ് സർക്കിൾ അല്ല, ഇച്ചിരി കൂടെ ഒന്ന് വലുതായിട്ട് വരച്ചെടുത്തിട്ട് ഒന്ന് നല്ല രീതിക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ്റെ എണ്ണം തേക്കുന്ന ഒരു പോർഷനാണ് സത്യത്തിൽ വേണ്ടത്. ഞാൻ പിന്നെ അവിടെ ചുമ്മാ നോക്കൂത്തിനൊക്കെ ചെന്ന് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനമാണ് നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ ലൈറ്റൊക്കെ കടത്തുന്നത് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പോയതുകൊണ്ട് ചുമ്മാ അതിലൊക്കെ ഇട്ട് ഞാൻ തേച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോഴത്തെ ഈ ഒരു സാധനം അണ്ണൻ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ അണ്ണൻ തന്നെയാണ് കൂടുതൽ വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പിന്നെ അവർ ക്യാമറയൊക്കെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പിടിക്കുന്നു പോകുന്നു അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ പിന്നെ ദേ ഇങ്ങനെ ഒരു പീസും കൂടി വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിന് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം വീതി കുറഞ്ഞ രീതിക്കാണ് ഇത് വെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദേ കാണിച്ചു തരാം. ഈ നമ്മളിപ്പോൾ വെട്ടിയെടുത്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നേരത്തെ നമ്മൾ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു കറക്റ്റ് അളവ് പിടിച്ചൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇത് കണ്ടില്ലേ ഒരു ബോർഡറായിട്ട് ദണ്ണം കാണിക്കുന്നത് പോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വീതി കുറഞ്ഞ പീസ് 2 എണ്ണം ചേർത്തൊട്ടിച്ചില്ലേ, അതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ചന്ദ്രകലാ പോർഷൻ വെട്ടിയെടുത്തില്ലായിരുന്നു അത് വെച്ച് കൊടുക്കുന്നതും. എന്നിട്ട് ഇത് ഇതിനുള്ളിലേക്കാണ് നമ്മൾ ലൈറ്റ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു പോർഷൻ ആദ്യം അങ്ങ് സ്ട്രേറ്റിൽ ഒട്ടിച്ചപ്പോഴാണ് ഇത് വളച്ചാണ് ഇങ്ങനെ കർവായിട്ടാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ അത് പിന്നെ ഇളക്കിയിട്ടാണ് കേട്ടോ അണ്ണ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് ഒട്ടിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇത് നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ഇതാണ്, വുഡ് ഫില്ലാണ് കേട്ടോ. അപ്പോൾ ഈ വുഡ് ഫില്ല് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചിരട്ട വർക്ക് ചെയ്യുമ്പോഴും ഇതേ സെയിം പശ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, വുഡ് ഫില്ലും. അപ്പോൾ ഈ ഒരു വുഡ് ഫില്ലിൻ്റെ പശയും ഈ ഒരു കത്തിയും ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു പോർഷനും കൂടി വെച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴും നല്ല ഫിനിഷായിട്ട് ഒട്ടി കിട്ടും കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനുള്ളിലേക്ക് നമുക്ക് ലൈറ്റും കൂടി വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊണ്ട് നല്ല ഭംഗിയിൽ കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു രീതിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിനകത്തേക്ക് ആ ഒരു ലൈറ്റാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ആ ഒരു സ്ട്രിപ്പിൽ പശയുണ്ടല്ലോ അതങ്ങ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളൂ കേട്ടോ. അപ്പോഴും ഇനി ഇതിലേക്ക് നല്ല രീതിക്ക് പെയിൻറ്റ് കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മോഡലിൽ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ VR എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വേറൊരു പ്ലാനൊക്കെ ചെയ്യാനായിരുന്നു കേട്ടോ. പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ കയ്യിൽ സാധനങ്ങൾ കുറവായത് കൊണ്ടും നമ്മൾ അതിനെ മാറ്റിയിട്ട് ഒരു ഷെൽഫ് പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഈ പെയിൻ്റൊന്നും നമ്മൾ വാങ്ങിയതല്ല, ഇതൊക്കെ എൻ്റെ ചേട്ടൻ തന്നതാണ്. ചേട്ടന് സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ബാലൻസ് വരുന്ന പെയിൻ്റൊക്കെയാണ് കേട്ടോ നമുക്ക് തരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ള പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു തട്ട് വെച്ച് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് അണ്ണൻ ആ ഒരു തട്ട് വെച്ച അളവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് ഹോൾ ആക്കിയതിന് ശേഷം അതിനകത്തേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷെൽഫ് ഇറക്കുന്നത്. ആദ്യമേ ചടിക്കൊരു പെയിൻറ്റിങ് അടിച്ചപ്പോഴാണ് ഈ സാധനം വെച്ചില്ലല്ലോ തട്ട് വെച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ വേണ്ടേ ഇതുപോലെ തട്ടിനും ഇതുപോലെ 2 എണ്ണം കട്ടിക്ക് ഒട്ടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ ഇതുപോലെ കിട്ടും. നല്ല രീതിക്ക് പെയിൻറ്റ് കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ലൈറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു റൂം ഡെക്കറാണ് കേട്ടോ. വാൾ ഡെക്കറെന്നോ ഷെൽഫെന്നോ എന്താണോ നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ.